ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നാഗേന്ദ്രനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നാഗേന്ദ്രൻ മൂർത്തി മുത്തശ്ശൻ്റെ രണ്ട് മക്കളോടും സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിലേക്ക് മൂർത്തി അങ്കിളെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ വലിയൊരു നെക്ലസ്സാണ്. ആ നെക്ലസ് ഈ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ നേട്ടങ്ങളായിരിക്കും ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ചെറുപ്രായങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജയൻ്റെയും അജയൻ്റെയും ഒക്കെ ചെറുപ്രായങ്ങളാണ്. അപ്പം നാഗേന്ദ്രൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പം നാഗേന്ദ്ര, ആ ഒരു നെക്ലസ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജ്വല്ലറിയെ ഉയർത്താനായിട്ട് സാധിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഉയർത്താനായിട്ട് സാധിക്കും. അത്രയ്ക്കും വലിയൊരു ഡിസൈനാണ് ആ നെക്ലസ്. ഞാനേ നമ്മുടെ ശങ്കരേട്ടനെ കാണിച്ചായിരുന്നു. ശങ്കരേട്ടനെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ശങ്കരേട്ടൻ എന്താ പറഞ്ഞതെന്നറിയാവോ? ഈ നെക്ലസ് എനിക്ക് പോലും പണിയാനായിട്ട് പറ്റില്ലെന്ന്. അത്രയ്ക്കും ഡിഫറെൻ്റ് ആയൊരു ഡിസൈനാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ആകാംക്ഷയോട് കൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. ഇനി ഈ നെക്ലസ് നമുക്ക് വലിയ തുകയ്ക്ക് വേണം വിൽക്കാനായിട്ട്. അങ്ങനെ തന്നെ വേണം കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാനായിട്ട്. നാഗേന്ദ്രൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. നാഗേന്ദ്രൻ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ അനുസരിക്കും എന്ന് ജയനൊക്കെ ഈ നാഗേന്ദ്രനെ അനുസരിച്ച് കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. കാരണം ഒട്ടും പണ്ടത്തെ പോലെ തന്നെ ഒട്ടും കുശുമ്പില്ലാത്ത ആൾക്കാർ തന്നെയാണ് ഈ ജയനും അജയനൊക്കെ. അപ്പം നാഗേന്ദ്രൻ പുറത്തുനിന്ന് വന്ന ഒരാളാണെങ്കിൽ കൂടിയും അവർക്ക് അതിലൊരു മോശം തോന്നിയിട്ടുമില്ല. അങ്ങനെ നാഗേന്ദ്രൻ പറയുകയാണ്, ഏതായാലും എക്സിബിഷൻ കഴിയട്ടെ, അപ്പോൾ ഏതായാലും നല്ല വിലയ്ക്ക് തന്നെ ഈ നെക്ലസ് സെയിൽസ് ആകും. അത് ഞാൻ മൂർത്തി അങ്കിൾക്ക് കൊടുക്കുന്ന വാക്ക് തന്നെയാണ്. അങ്കിളുടെ വിശ്വാസം എനിക്ക് പിടിച്ചു പറ്റണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രൻ എന്ത് പറയുന്നോ അതേപോലെ തന്നെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം തോന്നുക. അങ്ങനെ നമ്മുടെ ഈ ആദർശിനോട് കഥകളെല്ലാം പറയുകയാണല്ലോ ഈ സ്വർണ്ണപ്പണിക്കാരൻ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓഹോ, അപ്പം അങ്ങനെയായിരുന്നല്ലേ. അപ്പോൾ എൻ്റെ അച്ഛനും ഇളയച്ചനും വരെയും കൂടി ഈ നാഗേന്ദ്രനെ പൂർണ്ണ വിശ്വാസമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണ വിശ്വാസമായിരുന്നു. കാരണം അയാൾ സത്യസന്ധനായ ഒരു ജോലിക്കാരനായിരുന്നു. ഒരു വീട്ടിലെ മരുമകൻ എന്ന രീതിയിലേക്കാളും ഉപരി ആ മോർത്തീസ് കമ്പനിയിലെ വലിയൊരു വിശ്വസ്തനായ ജോലിക്കാരനായിരുന്നു നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ എന്ന് പറയാ. ഏതായാലും അങ്കിള് കഥ പറ. ഏതായാലും ഒറിജിനൽ കഥ വരാനായിട്ടല്ലേ പോകുന്നുള്ളൂ. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് യഥാർത്ഥത്തിൽ പറ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പറയാം. പക്ഷേ ഈ നാഗേന്ദ്രൻ ചെയ്തത് എന്താണെന്നറിയാമോ? ഈ നെക്ലസ് കൊണ്ട് ജലജയെ കൊണ്ടേ കാണിച്ചു. അങ്ങനെ ആ കാണിച്ച സംഭവം അവിടെ പറയാം. അങ്ങനെ ശരിക്കും നാഗേന്ദ്രൻ ആ ജലജയെ കൊണ്ട് ഈ ഒരു നെക്ലസ് കാണിക്കുക. അപ്പോൾ ജലജയുടെ കണ്ണിങ്ങനെ തള്ളിപ്പോയി. അയ്യോ നാഗേട്ടാ, എന്താ നാഗേട്ട ഈ കാണുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയുണ്ട് ജലജയെ? ഈ ഡിസൈൻ അടിപൊളിയല്ലേ? പിന്നെ അല്ലാതെ ഇത്രയും വലിയൊരു ഡിസൈനുള്ള നെക്ലസ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിൻ്റെ മാറ്റോ, ഇത് ഒറിജിനൽ സ്വർണ്ണം തന്നെയല്ലേ? പിന്നല്ലാതെ മൂർത്തി അങ്കിളല്ലേ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒറിജിനൽ സ്വർണ്ണം ഇല്ലാതിരിക്കോ? ഞങ്ങളെല്ലാം ശരിക്ക് അന്വേഷിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഡിസൈൻ ഞങ്ങളുടെ കൈക്കലാക്കിയത് എന്നിങ്ങനെ പറയാണ്. എൻ്റെ ദൈവമേ, എന്ത് ഭംഗിയാണെന്നറിയാവോ? ഇനി ഈ നെക്ലസ് എന്തിനുള്ള പുറപ്പെടാണെന്നറിയാവോ? ഇത് എക്സിബിഷനിൽ പ്രദർശിപ്പിക്കണം. അതിനുശേഷം ഇതെല്ലാം ആൾക്കാർ കണ്ണ് തള്ളും. അങ്ങനെ കണ്ണ് തള്ളിക്കഴിയാൻ നേരത്ത് ആരെങ്കിലും ഇത് മേടിക്കും. അങ്ങനെ മേടിച്ച് ഈ നെക്ലസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ നെക്ലസിനോട് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും തോന്നാനായിട്ട് പോകുന്നത്. അങ്ങനെ ഇതേപോലുള്ളൊരു ഡിസൈൻ ഞങ്ങൾക്കും പണിയണമല്ലോ എന്നൊക്കെ മനസ്സിലൊരാഗ്രഹം തോന്നും. അങ്ങനെ ആഗ്രഹം തോന്നാൻ നേരത്ത് നമ്മുടെ ജ്വല്ലറിയിലേക്ക് തന്നെ വരും. അങ്ങനെ ജ്വല്ലറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ഈ നെക്ലസ് പണിത് നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കും. പിന്നെ ജ്വല്ലറി ഉയരങ്ങളിലേക്ക് പോകും ജലജ എന്ന് നാഗേന്ദ്രൻ സകല കാര്യങ്ങളും പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജയുടെ കണ്ണൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ച് നിൽക്കുകയാണ്. ജലജെ, നീ ഭദ്രമായിട്ട് ഷെൽഫിൽ കൊണ്ട് വെക്ക്. മൂർത്തി അങ്കിൾ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി തന്നിരിക്കുക. ഇനി എക്സിബിഷന് വേണം ഇത് പ്രദർശിപ്പിക്കാനായിട്ട്, അതുകൊണ്ട് ഷെൽഫിൽ കൊണ്ട് വെക്കാൻ പറയാണ്. അപ്പോൾ ജലജയുടെ മുഖം വല്ലാത്തൊന്ന് വാടുക. ജലജ ആ ഒരു നെക്ലസ് പെട്ടിക്കകത്ത് പൂട്ടിയിട്ട് ഷെൽഫിനകത്ത് കൊണ്ട് വെക്കുക. പക്ഷേ ജലജ തിരിച്ച് വന്നതും നാഗേന്ദ്രനോട് പറയണം, നാഗേട്ട ഞാൻ ഒരു കാര്യം പറയട്ടെ നാഗേട്ട, എനിക്ക് 2-3 ഫംഗ്ഷൻസൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഈ നെക്ലസ് ഞാനൊന്ന് ഇട്ടിട്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്തിന്? അതൊന്നും വേണ്ട, അങ്ങനെ ചെയ്യാനും പാടില്ല.
എക്സിബിഷന് വേണം ആദ്യം പ്രദർശിപ്പിക്കാനായിട്ട്. നിന്റെ കഴുത്തിൽ ഈ നെക്ലസ് ഇട്ട ആൾക്കാരൊക്കെ തിരിച്ചറിയില്ലേ? അത് വളരെ മോശമായ കാര്യമാണ് ജലജെ. അതും ഇത്രയും വിലപിടിപ്പുള്ള സ്വർണ്ണമാണ്. അതൊന്നും നമുക്ക് വേണ്ട എന്ന് പറയാണ്. അയ്യോ, അതുകൊണ്ട് എന്താ ഇവ പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത്? ഇത് ഇട്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. എന്തിനാണ് ജലജ നിനക്ക് ഇപ്പം ഈ നെക്ലസ്സൊക്കെ? അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മളുടെ മോള് വളർന്ന് വലുതാവട്ടെ, അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരെണ്ണം പണിയിപ്പിക്കാന്നേ. ഞാൻ പിന്നെ ശങ്കരേട്ടനോടൊന്ന് ചോദിച്ചായിരുന്നു ഇതേപോലെ ഒന്ന് പണിയിപ്പിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ശങ്കരേട്ടൻ പറഞ്ഞതെന്നറിയാവോ? എനിക്കൊന്നും പറ്റില്ല, കാരണം ഇത് അത്രയ്ക്കും വലിയ ഡിസൈനാണ്, അതുകൊണ്ട് ഈ ഡിസൈനൊന്നും പണിയാനേ പറ്റില്ലെന്നൊക്കെയാ ശങ്കരേട്ടൻ പോലും എന്നോട് പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ, അങ്ങനെ പറഞ്ഞോ? പിന്നെ അല്ലാതെ അങ്ങനെ പറഞ്ഞു. ജലജെ, നിനക്ക് ഈ സ്വർണത്തിനോട് ആഗ്രഹം പാടില്ല, കാരണം ഇത് നമ്മുടെ കമ്പനിയുടെ മുതലാണ്. മൂർത്തി അങ്കിള് എന്നെ വിശ്വസിച്ചേൽപ്പിച്ച സാധനമാണ്. നിനക്ക് എന്തിനാണ് ഇത്രയും ആർത്തി കാണിക്കുന്നത് നീ? അതേപോലെ തന്നെയല്ലേ ഇവിടെ നിന്റെ ഏട്ടത്തി ദേവയാനി ഏട്ടത്തിയും കയറി വന്നത്? വലിയ പണക്കാരിയായിട്ടാണ് കയറി വന്നത്. എന്നിട്ട് പോലും സ്വർണത്തിനോട് ഇത്ര ആർത്തി ഇല്ലല്ലോ. നിനക്ക് മാത്രം എന്തിനാ ആർത്തി? വേണ്ട, ആ സ്വർണത്തിൽ തൊട്ടു പോകരുത് കേട്ടോ. ഇത് നമുക്ക് ഇത്രയും പേർക്കൊക്കെ കാര്യങ്ങൾ അറിയുള്ളൂ. അതുകൊണ്ട് ഇനി ഇതിൽ തൊട്ടേ പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രൻ അവിടുന്ന് പോവുകയാണ്. ജലജയെ വിശ്വസിച്ചാണ് നാഗേന്ദ്രൻ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഈ കഥകളെല്ലാം പറയാം. അവ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാറിൻ്റെ അപ്പച്ചിയുടെ കാര്യമൊക്കെ അറിയാമല്ലോ. സ്വർണത്തിനോട് ഭയങ്കര ആർത്തിയുള്ള കൂട്ടത്തിലാണ്. എത്ര സ്വർണം ഉണ്ടെങ്കിലും അതൊന്നും പോരാ, അതിനേക്കാളും വലിയ ആർത്തിയുള്ള കൂട്ടത്തിലാണെന്നും പറയുകയാണ്. അതെനിക്കറിയാവുന്ന കാര്യമാണ് ശങ്കരേട്ടാ. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? അപ്പോൾ ഈ സ്വർണം മാറ്റാനൊക്കെ ഇയാളും കൂട്ടുനിന്നോ? ഈ നാഗേന്ദ്രന് കൂട്ടുനിന്നിട്ടുണ്ടാവും അല്ലേ? അപ്പം അതുകൊണ്ട് അതിൽ തിരിമറിവ് സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? ഹേയ്, നാഗേന്ദ്രനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. കാരണം നാഗേന്ദ്രൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതെനിക്ക് വിശ്വാസമുള്ള കാര്യം തന്നെയാ. നാഗേന്ദ്രനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഓഹോ, അത് ശരി. അപ്പം അയാൾ അത്രയ്ക്കും വിശ്വസ്തനായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും സാറേ, അതിലെനിക്ക് 100% ഉറപ്പാ. നാഗേന്ദ്രൻ അങ്ങനെ ഒരാളേ അല്ല. നാഗേന്ദ്രൻ അങ്ങനെ ഒരു ആർത്തിയും കാണിച്ചിട്ടുമില്ല. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? പിന്നെ സാറിൻ്റെ മുത്തശ്ശന് കുറച്ചൊന്ന് കിട്ടിയാൽ മതിയല്ലോ. കുറച്ചൊന്ന് കിട്ടിയാൽ മതി. അതിനെ തുടർന്ന് സാറിൻ്റെ മുത്തശ്ശന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ. എന്നിട്ട് എന്താ സംഭവിച്ചത്? എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അന്ന് ആ എക്സിബിഷൻ കഴിഞ്ഞു. എക്സിബിഷൻ കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു ബിസിനസ്മാനാണ് ആ നെക്ലസ് മേടിച്ചത്. അങ്ങനെ ആ ബിസിനസ്മാനും ആ ഭാര്യയും കൂടി നേരെ മൂർത്തി മുത്തശ്ശനെ കാണാനായിട്ട് വരിക. അപ്പോൾ മൂർത്തി സാറിനെ കാണാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും സാറേ, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ നെക്ലസ് ഞങ്ങൾ തന്നെ മേടിച്ചു എന്ന് പറയുകയാണ്. ഇത് എത്ര വില തന്നാലും അത് മതിയാവില്ല. നിങ്ങളുടെ ആ ഒരു ഡിസൈനില്ലേ, അതിഗംഭീര ഡിസൈൻ തന്നെയാണ്. ഇതേപോലുള്ളൊരു ഡിസൈൻ ഇതിന് മുമ്പ് ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല എന്നൊക്കെ മുത്തശ്ശൻ്റെ മുന്നിൽ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശന് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. ആ സന്തോഷമായി. നിങ്ങൾ ഏതായാലും ഇത്ര ഡിസൈനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പം നാഗേന്ദ്രനും കയറി വരിക. അപ്പം നാഗേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്ര പറയുന്നത് കേട്ടില്ലേ, നമ്മുടെ ഡിസൈൻ അത്രയ്ക്കും വലിയ ഇഷ്ടമായിന്ന്. പിന്നെ ഈ നെക്ലസേ എൻ്റെ ഭാര്യ ഒരുപാട് ഇഷ്ടപ്പെട്ട് മേടിച്ച് തന്നെയാണ്. ഇനി അവളിത് ഇട്ടിട്ടേ നടക്കുകയുള്ളൂ. ഈ നെക്ലസ് ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് കൂടുക തന്നെ ചെയ്യും മൂർത്തി സാർ എന്ന് പറയാണ്. വളരെയേറെ നന്ദിയുണ്ട്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവുകയാണ്. അപ്പം നാഗേന്ദ്ര, നമ്മളെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയായില്ല? തീർച്ചയായിട്ടും സാറേ. ആ എക്സിബിഷൻ വമ്പൻ എക്സിബിഷൻ ആയിരുന്നില്ലേ? അതിൽ നമ്മളുടെ നെക്ലസിനാണ് ഏറ്റവും കൂടുതൽ പേര് കണ്ണിട്ടത്. അതിൽ ഏറ്റവും വിലയായിട്ട് തന്നെയാണ് ഇവർ മേടിക്കുകയും ചെയ്തത്. അപ്പോൾ അതിൽ പല സന്തോഷം നമുക്കിനി കിട്ടാനുണ്ട്. നാഗേന്ദ്ര, താൻ വലിയൊരു ജീനിയസ് തന്നെയാടോ. താൻ കാരണം പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മൂർത്തീസ് കമ്പനിക്ക് വലിയ നേട്ടങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ തന്നെ അഭിനന്ദിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു നേട്ടത്തിന് പിന്നിൽ താൻ തന്നെയാണ്. തൻ്റെ ആ ഒരു കഴിവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് പറയാണ്. സാറേ, അല്ല അങ്കിളെ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ല അങ്കിൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിൻ്റേതായ രീതിയിൽ തന്നെയല്ലേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എനിക്ക് പിന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ലല്ലോ. വരട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ ആദർശിനോട് കാര്യങ്ങളെല്ലാം ഈ ശങ്കരേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശങ്കരേട്ടാ, എന്നിട്ടെന്താ സംഭവിച്ചത്? പിന്നെ ഒരു കാര്യമുണ്ട് മോനെ. ഇപ്പോൾ അന്ന് ഈ മൂർത്തി മോൻ്റെ മുത്തശ്ശനായിരുന്നു MD. പക്ഷേ കുറച്ചു നാളും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ നാഗേന്ദ്രനാകുമായിരുന്നു അവിടുത്തെ MD.
അത് ശരി. അപ്പം മുത്തശ്ശൻ നാഗേന്ദ്രനെയൊക്കെ എം ഡി ആക്കാനായിട്ടൊക്കെ തീരുമാനിച്ചിരുന്നു. പിന്നെ അല്ലാതെ എം ഡി ആക്കാനൊക്കെ തീരുമാനിച്ചിരുന്നു. പിന്നെ ആ ഒരു ഇതിൻ്റെ ഡിസിഷൻ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് തന്നെ പറഞ്ഞാലിയോ, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റില്ലെന്ന് തന്നെ ഞാൻ പറയും. എനിക്കതിൽ വലിയ അഹങ്കാരമൊന്നുമില്ല. പക്ഷേ ആ നെക്ലസ്സേ വല്ലാത്തൊരു നെക്ലസ് തന്നെയായിരുന്നു. എല്ലാവരെയും ആകർഷിക്കുന്നൊരു നെക്ലസ് തന്നെയായിരുന്നു ആ ഒരു നെക്ലസ് എന്ന് പറയുകയാണ്. എന്നിട്ട് പിന്നെ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷമേ നാഗേന്ദ്രനെ എല്ലാവരും കൂട്ടിയിട്ട് അങ്ങോട്ട് പുകഴ്ത്തി വലിയൊരു ട്രീറ്റ് തന്നെയാണ് കൊടുത്തത്. നാഗേന്ദ്രനെ എല്ലാവരുടെ മുന്നിൽ വെച്ച്, അതായത് മോൻ്റെ ഇളയച്ചൻ്റെ മുന്നിൽ വെച്ചും പിന്നെ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ചൊക്കെ നാഗേന്ദ്രനെയാണ് എല്ലാവരുടെ മുന്നിൽ പുകഴ്ത്തി കാണിച്ചത് മൂർത്തി സാർ അവിടെ. പക്ഷേ അതിന് ശേഷം സംഭവിച്ചതാണ് വമ്പൻ ട്വിസ്റ്റ്. അപ്പോൾ എന്താണ് ശങ്കരേട്ട, എന്താ അവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ജ്വല്ലറി ആ വലിയൊരു ആഘോഷമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ജയനും അജയനൊക്കെ ഒരുമിച്ചിട്ട് സംസാരിക്കുകയാണ്. ഏതായാലും നാഗേന്ദ്രൻ ഇത്രയും വലിയൊരു സ്വീകരണമാണ് കിട്ടിയതല്ലേ. പക്ഷേ അങ്ങനെ കിട്ടണം, കാരണം നാഗേന്ദ്രൻ അത്രയും വലിയ കഷ്ടപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനിയെ ഉയർത്താൻ വേണ്ടി അയാൾ പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജ്വല്ലറിയിൽ ആ നെക്ലസ് മേടിച്ച ആ ഒരു 2 ബിസിനസ്സുകാർ കയറി വരുന്നത്. ഭാര്യയും ഭർത്താവും കയറി വരികയാണ്. കയറി വന്നിട്ട്, എന്താ സാറേ, വേറെ എന്തെങ്കിലും സ്വർണ്ണം എടുക്കാനാണോ വന്നതെന്ന് ചോദിച്ചപ്പോഴേക്ക്, സ്വർണ്ണം എടുക്കാനല്ല, ഇനി മേലൽ സ്വർണ്ണങ്ങൾ ഞാൻ ഇവിടുന്ന് മേടിക്കാതിരിക്കാനായിട്ടാണ്. എന്ത് സാർ, എന്താ പറ്റിയത്? എവിടെ ഇവിടുത്തെ എം ഡി എവിടെ, മൂർത്തി സാർ എവിടെ എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ പുറത്തു പോയിരിക്കണം, ഇപ്പോൾ വരും. എങ്കിൽ വരട്ടെ, ബാക്കിയുള്ളതൊക്കെ മൂർത്തി സാറ് വന്നിട്ട് ഞങ്ങൾ പറയാം. അയ്യോ, എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനൊരു കാര്യം സംഭവിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറയാം. അപ്പോഴേക്കും മൂർത്തിയും അതേപോലെ തന്നെ നാഗേന്ദ്രനും കൂടി കയറി വരികയാണ്. അപ്പോൾ എന്താടോ, നെക്ലസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇനി എന്തെങ്കിലും സ്വർണ്ണം എടുക്കാൻ വേണ്ടി വന്നാണോ? നിങ്ങൾ ആ നെക്ലസ് മേടിച്ചിട്ട് പോയതിന് ശേഷം ഈ കമ്പനിക്ക് ഉയർച്ചയോട് ഉയർച്ച തന്നെയാണ്. ഞങ്ങൾക്കത് മനസ്സിലായി. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് വമ്പൻ ചതിയാണ്. ചതിയോ? എന്തൊക്കെയോ നിങ്ങൾ പറയുന്നത്? മൂർത്തി സാറ് ഞങ്ങളെ ചതിക്കില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ആ നെക്ലസ് ഡ്യൂപ്ലിക്കേറ്റ് നെക്ലസ് ആണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനാണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് നെക്ലസ്? അതൊന്നും ശരിയാവില്ല, ഞങ്ങൾ ഒറിജിനൽ നെക്ലസ് തന്നെയാണ് തന്നത്. അപ്പം എന്താ, ഞങ്ങൾ കള്ളം പറയുകയാണോ? ഈ നെക്ലസ് അങ്ങോട്ട് പിടിക്ക് എന്ന് പറഞ്ഞാൽ നെക്ലസ് കൊടുക്കുക. എൻ്റെ ഭാര്യ എല്ലാ ദിവസവും കഴുത്തിലിടുമായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ നിറം മങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി ഞങ്ങൾ നോക്കിയതാ. അപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് നെക്ലസ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുകയാണ്. നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ഈ നെക്ലസ് മേടിച്ചത്, നോക്കിക്കണ്ടേ, അതേ ഡിസൈൻ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശനും മനസ്സിലായി. അപ്പം മുത്തശ്ശൻ പറയണം, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ നാഗേന്ദ്രനോട് ചോദിക്കുകയാണ്, നാഗേന്ദ്ര, എന്താ സംഭവിച്ചത്? കുറച്ച് ദിവസം നാഗേന്ദ്രൻ്റെ കയ്യിലായിരുന്നില്ലേ ഈ നെക്ലസ്? അതിനിടയിൽ എന്താ സംഭവിച്ചത്? തന്നോടല്ലേ ഞാൻ ഈ നെക്ലസ് സൂക്ഷിക്കാനായിട്ട് പറഞ്ഞത്, എന്നിട്ട് എന്താ സംഭവിച്ചെന്ന്? അയ്യോ മൂർത്തി അങ്കിളെ, എനിക്കറിയില്ല, ഞാനിത് ഷെൽഫിൽ ഭദ്രമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് എക്സിബിഷൻ്റെ സമയത്ത് മാത്രമേ ഞാനത് എടുത്തുള്ളൂ, അത് തന്നെയാണെന്നും പറയാണ്. പിന്നെ ഇവർ കള്ളം പറയുകയാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. മൂർത്തി സാറ് ഞങ്ങളെ ചതിക്കില്ലെന്നറിയാം, പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏതോ ആൾക്കാർ നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. വമ്പൻ ചതിയാണ് സംഭവിച്ചിരിക്കുന്നത്, അത് വ്യക്തമായിട്ട് അറിഞ്ഞാൽ മതിയാവുള്ളൂ. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇതെല്ലാവരോടും പറഞ്ഞിട്ട് ഞങ്ങൾ നാറ്റിക്കാൻ നിൽക്കരുത്, അത് ഞങ്ങളുടെ കമ്പനിയെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു അപേക്ഷ നിങ്ങൾ കേൾക്കണം. ഇതിൻ്റെ പൈസയും പലിശയും അടക്കം ഞങ്ങൾ തന്നേക്കാം. അതുകൊണ്ട് നിങ്ങളിതൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കരുതെന്നും പറയാണ്. എൻ്റെ പൊന്ന് സാറേ, പണത്തിനൊന്നും ഞങ്ങൾക്കൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങളെ പറ്റിക്കാനായിട്ട് നിൽക്കരുത്. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം ഒന്നും കൂടി ഒന്ന് നോക്കിയണം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾക്കതിൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഈ മൂർത്തിയും അതേപോലെ തന്നെ നാഗേന്ദ്രനും കൂടി നേരെ ക്യാബിനിലേക്ക് കയറി ചെല്ലുകയാണ്. എന്താണ് സംഭവിച്ചത്? എന്തിനു സംഭവിച്ചെന്ന് സാർ എനിക്ക് അറിയില്ല അങ്കളെ, എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഈ ഒരു നെക്ലസ് മാറ്റ് വരാനും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആകാനുള്ള കാരണം എന്താന്ന്, താനീ ഒറിജിനൽ സ്വർണ്ണമാണ് തൻ്റെ കയ്യിൽ ഞാൻ തന്നത്. പിന്നെ എന്താണ് സംഭവിച്ചത്? മൂർത്തിക്ക് കലി വരികയാണ്. അയ്യോ സാറേ, എനിക്കറിയില്ല സാറേ, ഇതിൻ്റെ ഉത്തരം താൻ കണ്ടെത്തിയേ മതിയാവുള്ളൂ. തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഈ സ്വർണത്തിന് എന്ത് സംഭവിച്ചു, അത് എൻ്റെ മുന്നിൽ താൻ ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. പൊയ്ക്കോ
താനിതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. നാഗേന്ദ്രൻ അങ്ങോട്ട് ആട്ടി അയക്കണം. അപ്പം നാഗേന്ദ്രൻ വല്ലാത്തൊരു സംശയമൊക്കെ തോന്നിക്കുകയാണ്. ജലജയ ഇത് കാണിച്ചിട്ടുണ്ട്. ജലജയ അത്രയും വലിയ വിശ്വാസമൊന്നുമില്ല ഈ നാഗേന്ദ്രന്. അങ്ങനെ ജലജയെ കാണിക്കുകയാണ്. ജലജയാണെങ്കിൽ ആകെ ടെൻഷൻ നിൽക്കുക. അപ്പം നാഗേന്ദ്രൻ വരുന്ന ആ ഒരു സീൻ കാണുകയാണ്. ജലജ ആ പേടിച്ച് പറിച്ച് നിൽക്കുക. നാഗേന്ദ്രൻ ഓടെ എന്നെ ജലജയുടെ അടുത്ത് ചെന്നിട്ട്, ജലജയെ നീ ആ നെക്ലസ് എന്താ ചെയ്തത്? ഏത് നെക്ലസ്? ദേ കൂടുതൽ എൻ്റെ മുന്നിൽ അഭിനയിക്കാൻ നിൽക്കരുത്. നിന്നെ ഞാൻ കാണിച്ചതാണ് ആ നെക്ലസ്. ആ നെക്ലസ് ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും പറഞ്ഞുകൊണ്ടാണ് ജ്വല്ലറിയിലേക്ക് ആൾക്കാർ വന്നിരിക്കുന്നത്. നിന്നെനിക്ക് നല്ല സംശയമുണ്ട് ജലജെ. നിനക്കതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. നീ അത് അടിച്ചു മാറ്റിയെന്ന് ചോദിക്കുമ്പോൾ അയ്യോ നാഗേട്ട എന്തൊക്കെയാണ് നാഗേട്ട ഈ പറയുന്നത്? ഞാൻ അറിയാൻ പാടാത്ത കാര്യങ്ങളൊന്നും എന്നോട് ഇങ്ങനെ പറയാൻ നിൽക്കരുത് നാഗേട്ട. എനിക്കത് വല്ലാത്തൊരു സങ്കടവും നാഗേട്ട. എനിക്കത് വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാഗേട്ടൻ എന്നോട് പറഞ്ഞില്ലായിരുന്നു എടുക്കരുതെന്ന്. അതിനെക്കുറിച്ച് എനിക്ക് ഒരു ഇതുപോലും ഇല്ല. ജലജേ നീ അത്ര വലിയ പരിവൃതയൊന്നും ആകാൻ നിൽക്കണ്ട. എനിക്ക് ശരിക്കും സംശയമുണ്ട്. എന്താ നാഗേട്ട ഇത്? നീ കൂടുതൽ അഭിനയിക്കാതെ എടുത്തോ ഇല്ലെന്ന് പറ. ഇല്ല എടുത്തില്ല. പക്ഷേ നാഗേട്ട അതെങ്ങനെയാ നാഗേട്ട ആ ഒരു ആഭരണം ഡ്യൂപ്ലിക്കേറ്റ് ആയി പോയത് എന്ന് ചോദിക്കണം. അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. എല്ലാവരും മെടഞ്ഞു നിൽക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് നാഗേന്ദ്രൻ പറയാണ്. ജലജയുടെ സ്വഭാവം ആകെ ഒന്ന് മാറുകയാ. ഇതെല്ലാം ഈ കഥകളെല്ലാം ആദർശിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.